ഇതുണ്ടോ? ഇത് ഓക്കെ ഉണ്ടാ? ഓക്കെയാണ് ജാഫറെ? ഓക്കെയാണ്, ഏകദേശം സെറ്റപ്പ് ഓക്കെ. എനിക്ക് ഇത്രയും സെറ്റപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മള് നല്ലൊരു സെറ്റപ്പ് അല്ലേ ഇപ്പൊ കണ്ടിട്ട്? കോമഡി മാസ്റ്റേഴ്സ് സാധാരണ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കയറി വരും എന്ന് വേണം നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ആരംഭിക്കുന്നു, ഇത് കണ്ടില്ലേ ഇങ്ങനെയാണ്. അതല്ല, നമ്മുടെ ലോക്കൽ ജനത്തിന്റെ പൾസറിഞ്ഞ. അതെ അതെ, ഇത് ജാഫറാണ് ഇതിന്റെ ഐഡിയ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്കൽസിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ചെയ്യണം. അല്ലാണ്ട് ഇവിടെ വന്നിട്ട് ഗോപിക വന്നിട്ട് ഭയങ്കര ആഷ്വാസ് അത് വേണ്ടെന്ന് ചോദിച്ചു. അതാണ് 300 എപ്പിസോഡ് വരെ കൊണ്ടെത്തിച്ചത്. അതിനെ ഒരു ചേഞ്ച് ആരും ആഗ്രഹിക്കാത്തത്. 900 എപ്പിസോഡിലൊക്കെ ഉള്ള ഒരു ഇതാണ്. അപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് ആണ് ഇന്ന് ഗസ്റ്റ് ആയിട്ട് വരുന്നത്. ഞങ്ങൾക്ക് അവനെ അട്രാക്ട് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. ഒരു പാട്ടില് ഒരു എൻട്രി വരുന്നല്ലേ നല്ലത്. മ്യൂസിക്കൽ. അപ്പൊ ഞാൻ ഒരു പണിയാ, ഞാൻ പാടി തുടങ്ങാം. പാടി തുടങ്ങുമ്പോ വന്നോളൂ മോനൊരു മൈക്കെന്നേ പാട്ട് പാടി തുടങ്ങാം. ഒന്നും ചെയ്യണ്ട, അവിടെ പോയിരുന്നു, അവിടെ പോയിരുന്ന് അരച്ചു. അപ്പൊ തുടങ്ങാം. അപ്പം റെഡി? മ്യൂസിക്. അലകടലല ഇളകുമ്പോൾ നുരപദ നുര ചിതറുമ്പോൾ എന്തൊരു മോഹം, എന്തൊരു ചന്തം. അലകടലല ഇളകുമ്പോൾ നുരപദ നുര ചിതറുമ്പോൾ എന്തൊരു മോഹം, എന്തൊരു ചന്തം. വിരൽ തൊട്ടു മണൽ വരി അതിലൊരു നുര ചെറുപത നുരക്കരയിലെ മണലിന് കടലൊരു കുറി ചൊല്ലി കുറിമാനം എടുത്തൊരു തെന്നലിന് കര നൽകി. തെന്നലതു പറവറ നഗലത്തെ മുളയുടെ കരളിലെ കനവിന് കടം നൽകി. മുളപാടി കാറ്റാടി കടലിന്റെ കഥയെല്ലാം കാടറിഞ്ഞേ നാടറിഞ്ഞേ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമത്തി ഞാൻ ഇളം കള്ളു കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം, കള്ളിക്കുയിലേ തഞ്ചത്തിനു മീനും പിടിക്കണം. വേമ്പനാട്ടു കായൽ തിരകൾ വിളിക്കുന്നു തകതിമിതിമൃതൈ, അമ്പിളിച്ചുണ്ടൻ വള്ളം കുടിക്കുന്നു തകതിമിതിമൃതൈ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളം കള്ളു കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളം കള്ളു കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ.
കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനൊരു വേദിയിലേക്ക് വന്നപ്പോൾ, കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിലേക്ക് വന്നപ്പം വരണം എന്ന് ഒരുപാട് നാൾ ആഗ്രഹമായിരുന്നു. പക്ഷേ ഇന്ന് വന്നപ്പം ഇത്രയും വലിയ സെറ്റപ്പ് ഒരുക്കിയതിന് ആദ്യം തന്നെ ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി. പക്ഷെ വേറെ കാര്യമുണ്ട്, ആഷിക, വേറെ കാര്യമുണ്ട്, അതൊക്കെ ഒറിജിനൽ കേട്ടോ, എല്ലാം മോരുമ്പള്ളമാണ്. ഇത് കഴിയുമ്പോൾ വലിയ സന്തോഷമൊന്നും വേണ്ട. അല്ല, ഞാൻ വിചാരിച്ചിട്ട് കോമഡി മാസ്റ്റേഴ്സിന് ഇവിടെ വന്ന് കള്ള് കാണുന്നത് പേര് മാറ്റി കള്ളുകൂടി മാസ്റ്റേഴ്സ് ആക്കിയോ? ഇല്ല, അത് വേറെ ഒന്നുമല്ല. ഞാൻ പറയാൻ കാരണം എന്താ പറയാ, ഞങ്ങൾ ചില സമയത്ത് ഷൂട്ടിംഗ് സമയത്ത് ഈ കള്ള് കുടിക്കുന്ന സീൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒറിജിനൽ കള്ള് വെച്ച് കൊടുക്കാറുണ്ട് അല്ലേ. ഫ്രണ്ട്സാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ജാഫർ ഖാൻ, അല്ല സോറി, നാഷിക, ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ, നാഷിക അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന സിനിമയിൽ ആ വെള്ളോടി സെറ്റ് ശരിക്കും കള്ള് കുടിച്ചിട്ടാണോ അവർ അഭിനയിച്ചത്? അതോ അതൊക്കെ മോരുമ്പള്ളടാ. മോരുമ്പള്ള പിന്നെ ആരും അങ്ങനെ പറഞ്ഞു? എന്തൊക്കെയാണ് പ്രചോദേട്ട പുതിയ വിശേഷങ്ങൾ? ഞങ്ങളുടെ ഒരു അല്ലെ, അടുത്ത ഒരു പടത്തിൽ ജാഫർക്കോട് അഭിനയിക്കാൻ പറ്റി. ഒരു സോഹൻ സിനിമയിൽ സംവിധാനം ചെയ്ത ഒരു സിനിമയിൽ ജാഫർക്കോട് വേഷം ചെയ്യാൻ പറ്റി. പിന്നെ നാഷിക തിരക്കിൽ നിന്ന് തിരക്കിലോട്ട് പോകുന്ന ആളാണ് ഈ പറഞ്ഞതും കൂടെ നമ്മൾ ഓർക്കണം അല്ലേ. ഒരു സെറ്റിൽ നിന്നും എല്ലാ ലൊക്കേഷനും ചെല്ലുമ്പോൾ ഉണ്ട്, എസ് ഐ ആയിട്ടും കോളേജ് കുമാരനായിട്ടൊക്കെ ഉണ്ട്. കോളേജ് കുമാരനായിട്ടോ അതും പറ്റും. കുറെ നാൾ മണവാളനായിരുന്നു. ആ ശരിയാട്ടോ, ഒരു സീസൺ ഉണ്ടായിരുന്നു. അതുപോലെ നാഷികയുടെ പടത്തിൽ വന്നപ്പം മണവാളൻ മറ്റേ ഒരു പെണ്ണ് കിട്ടി ഫോട്ടോഗ്രാഫറായി. എപ്പോഴാണ് പ്രചോദനം ഓക്കെ ഞാൻ ഇതിനാണ് സെറ്റ്, എനിക്കിതാണ് എന്നുള്ളത് എപ്പോഴാണ്, എന്റെ തട്ടകം ഇതാണെന്ന് എപ്പോഴാണ് റിയലൈസ് ചെയ്തത്? ഞാൻ ശരിക്കും 95 യൂണിവേഴ്സിറ്റി വിന്നറായിരുന്നു. ഞാൻ ഇതുവരെ പറയാത്ത ഒരു കാര്യം കൂടി പറയുകയാണ്. അന്ന് മത്സരിക്കേണ്ട സലിമേട്ടനൊക്കെ ഉണ്ടായിരുന്നു, സലിമാർ. അപ്പോൾ 2 പ്രാവശ്യം സലിമേട്ടൻ വിജയിച്ചിട്ട് 3-ാം വർഷം ഹാട്രിക് അടിക്കാൻ വേണ്ടിയിട്ട് ചങ്ങനാശ്ശേരി, അവിടെ ചങ്ങനാശ്ശേരി അപ്പോൾ ഈ മിമിക്രി കോളേജ് ജാഫ്രിക്ക പറയും. ഞാൻ അപ്പോൾ ഈ മിമിക്രിക്ക് നമ്മളൊരു പ്രശ്നം വെച്ചാൽ, ഈ മത്സരത്തിന് പോകുമ്പോൾ ഈ ചെസ് നമ്പർ 10 കഴിഞ്ഞാൽ പിന്നെ ആവർത്തന വിരസത, അതായത് ഒരു 110, 120 ഉണ്ട്. എല്ലാം വന്ന് എന്നൊക്കെ പറഞ്ഞിരുന്നു. അയ്യോ, ഇത് തുടങ്ങുമ്പോൾ ആൾക്കാർക്ക് പ്രശ്നങ്ങൾ. അപ്പോൾ അന്ന് ശബ്ദത്തിൽ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ എനിക്കന്ന് ഭാഗ്യത്തിന് എൻ്റെ ചെസ് നമ്പർ 8-ഉം പക്രുവിൻ്റെ ചെസ് നമ്പർ 10-ഉമാണ്. പക്രുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ തുടങ്ങി. അപ്പം ഞാൻ അന്ന് ശരിക്കും പറഞ്ഞാൽ ഈ കുറേ വോയിസുകളൊക്കെ എടുത്തു. അപ്പം നമ്മൾ ഈ പഞ്ചവാദ്യം പിന്നെ അതുപോലെ ഇൻസ്ട്രുമെന്റ്സ് വോയിസ് ഒക്കെ എടുത്തു. ആദ്യത്തെ ഒരു ഭയങ്കര ഓളമായിരുന്നു, ആദ്യത്തെ ഒരു 10-20 വരെ. അതല്ല ഇവന്റെ നാടാണ്, സ്വന്തം നാട്, കൈയടിക്കാൻ അങ്ങനെ എനിക്ക്. അപ്പം സലിമേട്ടൻ പക്ഷേ അന്ന് ഈ അമ്മ സംഘടനയ്ക്ക് പകരമായിട്ട് ഉമ്മ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരുടെ ഒരു സംഘടന ഉണ്ടായിരുന്നു. അസാധ്യം, അതായത് അത്രയും ആവർത്തന വിരസ ഉണ്ടെങ്കിൽ പോലും ഗൗരി അമ്മയ്ക്ക് ആദ്യമായിട്ട് അനുകരിക്കുന്ന സലിമേട്ടനാണ്. അത്രയും ഒരു 40-45 സലിമേട്ടൻ്റെ ഇത് വരുന്നത്, ചെസ് നമ്പർ വരുന്നത്. പക്ഷേ എങ്കിൽ പോലും ആ സമയത്ത് പോലും കൈയടിക്കാനും സലിമേട്ടനെ നമ്മൾ ഭയങ്കര ആരാധനയോട് കാണുന്ന ഒരാളാണ്. പക്ഷെ അന്ന് എനിക്ക് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് കിട്ടി. അങ്ങനെയാണ് ഞാൻ ഈ കലാഭവനിൽ വരുന്നത്, യൂണിവേഴ്സിറ്റി. സെക്കൻഡ് അന്ന് പക്രുവായിരുന്നു, തേർഡ് സലിമേട്ടൻ. ഹാട്രിക് കിട്ടിയില്ല. അപ്പൊ അതിന്റെ ഒരു വിഷമവും പ്രശ്നങ്ങളൊക്കെ അവിടെ ഇച്ചിരി ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. വേളു കൃഷ്ണൻകുട്ടി സാർ സ്ഥലത്ത് ജഡ്ജ് ഉണ്ടായിരുന്നു. സാറിന്റെ അടുത്തൊക്കെ ഇച്ചിരി ചൂടാക്കി എന്താണത് ഇവിടെ മൊത്തം പറഞ്ഞിട്ട് പിന്നെ സലിമേട്ടനെ എല്ലാ കാലവും ഭയങ്കര ദേഷ്യമാണ്. അപ്പൊ എന്നെ കാണുമ്പോൾ ചങ്ങനാശ്ശേരി വെച്ചിട്ട് അവന്റെ നാട്ടിൽ കൊണ്ട് വെച്ചിട്ട് അവൻ തന്നെ ഭക്ഷണിക്കാൻ ഇവനൊക്കെ ഇവിടുത്തെ മിമിക്രി പച്ചക്കുരു നടക്കുന്ന സമയത്ത് ഞാൻ എന്റെ സലിമേട്ടനോട് പിണങ്ങിയിരിക്കല്ലേ, ഞാൻ വേണമെങ്കിൽ 1-ാം സ്ഥാനം കിട്ടിയ സർട്ടിഫിക്കറ്റ് പേര് അപ്പൊ ഇതുപോലത്തെ പല കാര്യങ്ങളും നമുക്ക് ഇനിയും കേൾക്കാനുണ്ട്, ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അപ്പൊ ഒരു കുഞ്ഞു ബ്രേക്കിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് കോമഡി മാസ്റ്റേഴ്സിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. അതെല്ലാം ഓക്കെയാണ് കേട്ടോ, എല്ലാം റെഡിയാ. അതെ, ഇത്തവണത്തെ റെസ്ലിംഗ് പരിപാടി ഗംഭീരമാക്കിയാലേ നമ്മുടെ ക്ലബിന്റെ ചീത്ത പേര് മാറി കിട്ടുള്ളൂ. ഈ ചീത്ത പേര് ആരാ ഉണ്ടാക്കിയത്? ഞാൻ തന്നെയാ. ആണല്ലേ? അപ്പൊ എല്ലാ വർഷവും ഓർമ്മയ്ക്ക് വേണ്ടി നമുക്ക് ഒരാളെ കിട്ടുന്നുണ്ട് ഈ റെസ്ലിംഗ് നടത്തിയോണ്ട്. അതുകൊണ്ടല്ലേ നമ്മുടെ ക്ലബിന് ഓർമ്മ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാനുള്ള പരിപാടിയോ? എല്ലാം റെഡിയാണ്. പിന്നെ റെസ്ലിംഗുകാരെന്ന് പറഞ്ഞാൽ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. ഭ്രാന്തന്മാരാണ്, അവന്മാരെ ദേഷ്യപ്പെടുത്താതെ നോക്കണം. ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ കണ്ടത് മുഴുവൻ അവന്മാരെടുത്ത് അടിക്കും. അത് കറക്റ്റാ. കഴിഞ്ഞ പ്രാവശ്യം ഒരു മാട്ടറെമ്മ അവിടെ ഇരുന്ന് അടിക്കുന്നത് ഞാൻ കണ്ടതാ. അതല്ലടാ, പിന്നെ അവന്മാർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ കണ്ടതെല്ലാം അടിച്ച് താഴെ അടിച്ച് പൊട്ടിക്കൊന്ന്. ഞാൻ പന്തലുകാരൻ സുനിലിനോട് കഴിഞ്ഞ പ്രാവശ്യം എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞെന്നറിയാം, എല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. അതാ കസേരയൊക്കെ അവന്റെ മുമ്പിൽ നിന്ന് മാറ്റിയേക്കണം. മൊത്തം മാറ്റി. ഭ്രാന്തനാണ് വരുന്നത്. എല്ലാം മാറ്റിയിട്ടുണ്ട്. അണ്ടർടേക്കർ എന്ന് പറഞ്ഞവൻ. അപ്പൊ നമുക്ക് പരിപാടികൾ ആരംഭിക്കാം. ചേച്ചി റെഡിയല്ലേ? റെഡിയല്ലേ? ഒരു നിമിഷം ഞാൻ അവിടെ നിന്നു പോയി. ഓക്കെ. പ്രിയമുള്ളവരെ, അപ്പോ ഓർമ്മ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 2ാമത് റെസ്ലിംഗ് മത്സരം ഇവിടെ ആരംഭിക്കുകയാണ്. ഈ മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി
നമ്മുടെ സ്വകാര്യ അഹങ്കാരിയായ അല്ല അഹങ്കാരമായ ബ്ലാക്ക് ബെൽറ്റ് ചെല്ലപ്പൻ ചേട്ടന്റെ ഭാര്യ സരസമ്മയെ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്ലാക്ക് ബെൽറ്റ് ചെല്ലപ്പന്റെ ഭാര്യ ബ്ലാക്ക് ബെൽറ്റ് സരസമ്മ. അയ്യോ, ബ്ലാക്ക് ബെൽറ്റ് എടുത്തിട്ടുണ്ടോ? അല്ല, എന്റെ ഭർത്താവിന് സ്വന്തമായിട്ട് ഒരു ബ്ലാക്ക് ബെൽറ്റ് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ അവകാശം ഞാനാണല്ലോ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇതേ വേദിയിൽ എന്റെ ഭർത്താവ് ഒരു റെസ്ലിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരുന്നു. കമ്മിറ്റിക്കാരോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഇതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി. സമ്മതിച്ചായിരുന്നല്ലോ. സമ്മതിച്ചു, എല്ലാവരും സമ്മതിച്ചു. ഇവിടെ ഗംഭീരമായ ഒരു മത്സരമാണ് ഇവിടെ കാഴ്ചവെച്ചത്. പക്ഷെ അതിന്റെ തൽഫലമായി എന്റെ ഭർത്താവിന്റെ 1ാം ചരമവാർഷികമാണ് ഇവിടെ നടക്കുന്നത്. നടു ഒടിഞ്ഞാ പുള്ളി മരിച്ചത്. നമ്മുടെ കുഴപ്പമില്ലല്ലോ. പക്ഷേ ഞാൻ പ്രതികാര ദുർഗയാണ്, ഞാൻ ഉണ്ണിയാർച്ചയാണ്. ആ സരസമ്മ എടുത്തു പറഞ്ഞു. അല്ല, ഈ ഉണ്ണിയാർച്ച സിനിമയ്ക്കകത്ത് ഉണ്ണിയാർച്ച ഇങ്ങനല്ലേ മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് പ്രതികാരം ചെയ്യാൻ വേണ്ടി നിൽക്കത്തില്ലേ? എന്റെ ഭർത്താവിനെ കൊന്നവനോട് പകരം വീട്ടിട്ട് ഞാൻ ഈ മുടി കെട്ടുമെന്ന് ശപഥം ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇറക്കിയിരിക്കുന്നത് ആരെയാണെന്ന് അറിയാമോ? ആരെയാണ്? എന്റെ സ്വന്തം ആങ്ങളെ. എന്റെ ആങ്ങളുടെ പേരെന്താണെന്ന് അറിയാമോ? അറിയില്ലേ? എനിക്കറിയാം, നിങ്ങൾക്കറിയാമോ? ഞങ്ങൾക്കറിയത്തില്ല. അറിയത്തില്ലേ? അറിയത്തില്ല. എന്നാ ഞാൻ പറയാം. എന്റെ ആങ്ങളുടെ പേരാണ് ഉടമ്പ് വാസു. ഒരു കട്ടുറുമ്പ് ഇതൊക്കെ കടിച്ച ഇതെന്താ മുടിയിലിരിക്കണത്? ഇത് സ്റ്റൈലല്ല അത്. ഇവിടുന്ന് ഡൈ അടിച്ച് വന്നു കഴിഞ്ഞപ്പോ ഈ സെൻട്രൽ വന്നപ്പോ തീർന്നു പോയി, ഡൈ തീർന്നു പോയി. പിന്നെ എനിക്കൊരു അപേക്ഷയുണ്ട്. അയ്യോ, ഡേറ്റ് മാറ്റി വെക്കാൻ പറ്റത്തില്ല, പേടിച്ചു പോയി കാണും. പേടിച്ചു പോയതല്ല, പിന്നെ എനിക്കൊരു തൂമ്പ വേണം. തൂമ്പയോ? കിളയ്ക്കാൻ വന്നാണ് ഇവിടെ. എന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ എതിരാളിയെ തോൽപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിലത്ത് ഒട്ടിച്ചു വെക്കും. അങ്ങനെ വരുന്ന സമയത്ത് തേച്ചൊട്ടിച്ചു കഴിയുമ്പോൾ അവനെ വടിച്ചെടുത്ത് ശേഷക്രിയ ചെയ്യിക്കണമെങ്കിൽ ഈ തൂമ്പ വെച്ച് വടിച്ചെടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തൂമ്പ ചോദിച്ചത്. അല്ല, നിങ്ങളോട് ഏറ്റുമുട്ടാൻ വന്നവനൊരു തൂമ്പ ചോദിച്ചായിരുന്നു എന്നോട്. അവൻ ചോദിച്ചോ? മതി. അവന്റെ ശവം തോണ്ടിയെടുക്കാൻ അവൻ പറഞ്ഞ അവന്റെ തൂമ്പ തന്നെ മതി. അതുപോലെ അത് മതി. ചേച്ചി, എനിക്ക് കൊല്ലാൻ തിടുക്കമായി. എന്നോട് അനുവാദം ചോദിക്കാം, മെഴുകുതിരി കത്തിച്ചിട്ട്. അയ്യോ, ഞാനത് ഏഞ്ചലോസിന്റെ ഗാനമേളയായിരിക്കുന്നു. ഞാനിങ്ങനെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്റെ ചങ്ങാതി, നിങ്ങൾ ബ്ലാക്ക് ബെൽറ്റ് ആണെന്നൊക്കെ പറഞ്ഞത് ശരിയാണോ? ബ്ലാക്ക് ബെൽറ്റ് ആണോന്നോ? പിന്നെ ഞാനിവിടെ സുഗന്ധമുറുക്കം വെക്കാൻ വന്നാണ്. എന്റെ പൊണ്ണു മോനെ, ബ്ലാക്ക് ബെൽറ്റ് മാത്രമല്ല, ചിലവന്മാർക്ക് മാത്രമേ ബ്ലാക്ക് ബെൽറ്റ് ഉള്ളൂ. എനിക്ക് ബ്ലാക്ക് ബെൽറ്റ്, വൈറ്റ് ബെൽറ്റ്, ബ്ലൂ ബെൽറ്റ്, ഇതിനോട് എനിക്ക് കൂടുതൽ താല്പര്യം. റോസ് ബെൽറ്റ്. പിന്നെ എല്ലാവരും എന്റെ കോസ്റ്റ്യൂം സെൻസിനെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയാറുണ്ട്. ഏത് ഡ്രസ് ഇട്ടാലും അതിന്റെ ഒപ്പം കെട്ടാനുള്ള ബെൽറ്റ് എന്റെ അടുത്ത്. അതെ, നിങ്ങളുടെ ബയോഡാറ്റയില് ഞാനൊരു കാര്യം വായിച്ചിരുന്നു. എന്താണ്? ചോര കണ്ട അറപ്പ് മാറിയ ഒരു മനുഷ്യനാണെന്ന്. ചോര കണ്ട അറപ്പ് മാറും. അങ്ങനെ അല്ലാത്ത നമുക്കൊരു യോദ്ധാവാൻ പറ്റില്ല. യോദ്ധാവാണെങ്കിൽ ചോര കണ്ട അറപ്പ് മാറണം. ഞാനൊരു 6-7 വർഷം ഞാൻ ചിക്കൻ കടയിൽ നിന്നിട്ടുണ്ട്. പക്ഷെ ഒട്ടും കയറില്ല ഞാൻ എടുക്കും. ഈ പതിര് എന്റെ മൂത്തവന് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, ഞാൻ ചോദിച്ചു, ഈ കളരിക്കാരെ നിങ്ങൾ അടിക്കാറുണ്ടോ? അല്ലേ, അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റും. എന്താ കളരി എന്ന് പറഞ്ഞത്? എന്താണ് സംഭവം? അത് എന്താണ് കളരി എന്ന് പറഞ്ഞത്? നാടനാണ്. നാടൻ. കരാട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം? വിദേശിയാണ്. ഈ വിദേശി നാടനങ്ങളെ കൂടി ഒന്നിച്ചടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വാള് വെക്കും. അതുകൊണ്ട് ഞാൻ അടിക്കാറില്ല. അല്ല, കളരി ഇതിന് അഭ്യാസ മുറകൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ, ശീലിച്ചിട്ടുണ്ടോന്നാണ് ഈ ചോദിക്കണത്. കളരി, കരാട്ട, ഇതെല്ലാം എനിക്കറിയാം. അത്യാവശ്യം ഒരു 2 ശീലം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് കളരിയുടെ ഞാനത് കാണിക്കില്ല. പക്ഷെ നിങ്ങൾ ഓർക്കും എനിക്ക് അറിയാൻ പാടില്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ വേണേ കാണിക്കാം. ആയിക്കോട്ടെ. ഇലത് മാറി, വലതു മാറി, ഞെരിഞ്ഞമർന്ന്, ഓതിരം കടകം, മടിയും മുടിയും താളം. അളിയൻ തലയ്ക്ക് മേളിൽ തൂങ്ങി നിൽക്കുമ്പോഴാണോ മാതക നൃത്തം ആടി കളിക്കുന്നത്? എന്നാലും പാട്ടിന്റെ ഒരു വീക്ക്നെസ് ആണെന്ന് നിനക്ക് അറിയില്ലടാ. എന്ന് കരുതി ഞാൻ അങ്ങനെ കാണിക്കാം? നീ അവന്റെ ഭർത്താവല്ലേ, അല്ല ഭാര്യയല്ലേ? ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താണ്?
ഒന്നോർത്താലും നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ്. എന്റെ ഭാര്യ മരിച്ചുപോയോ? ഇല്ല, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. നിങ്ങളുടെ ഭർത്താവും മരിച്ചുപോയി. അപ്പോ നമ്മുടെ രണ്ടുപേരുടെ കാര്യം ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് അമ്മയോടൊന്ന് പതുക്കെ പറഞ്ഞായിരുന്നു. എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞ്? അല്ല, പതുക്കെയല്ലേ പറഞ്ഞത്. അമ്മ ബീൻസ് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണം കേട്ടില്ലായിരുന്നു. അപ്പൊ നിങ്ങൾ ഓക്കെ പറയണമെങ്കിൽ ചെന്നിട്ട് വേണം എനിക്ക് അമ്മയോട് ഉറക്കെ പറയാനായിട്ട്. ഓക്കെ ആണോ? ഭർത്താവ് മരിച്ച ഒരു വിധവയോടാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? എനിക്കത് താങ്ങാവുന്നതിനും അപ്പുറം. അറിയാവോ, എനിക്കറിയാം. എന്റെ ഭർത്താവ് ഈ ഭൂമിയിൽ നിന്ന് പോയിട്ടേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അപ്പൊ ഇപ്പോഴും അദ്ദേഹം മനസ്സിലുണ്ടാ? അദ്ദേഹം ഇനി മനസ്സിൽ നിന്ന് പോയെന്നിരിക്കട്ടെ, പക്ഷെ അദ്ദേഹത്തിന്റെ ബ്ലാക്ക് ബെൽറ്റ് ഉണ്ടല്ലോ, തൂങ്ങിയാടിക്കൊണ്ടിരിക്കുക. നമുക്ക് എവിടെയെങ്കിലും ആ ബ്ലാക്ക് ബെൽറ്റ് ഒന്ന് കെട്ടി വെക്കാൻ പറ്റുമോ? എനിക്ക് കുറച്ച് സമയം വേണം. എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരുന്നോളാം. എത്ര കാലം വേണമെങ്കിലും ഞാൻ വെയിറ്റ് ചെയ്യാം. എത്ര കാലം ഇരിക്കണം പറ, ഞാൻ തയ്യാറാണ്. കാത്തിരിക്കോ? കാത്തിരിക്കാം. ഉറപ്പാണോ? ഉറപ്പ്. എന്നാ പിന്നെ എനിക്ക് ഒരാഴ്ചത്തെ സമയമെങ്കിലും വേണം. ഒരാഴ്ച? എനിക്കൊരു മാസമെങ്കിലും വേണം കല്യാണത്തിന് ഒരുക്കാനായിട്ട്. കാരണം പന്തലുകാരോട് പറയണം, കാറുകാരെ വിളിക്കണം. ഇതൊക്കെ പഴയം വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പൊ ഒരാഴ്ച വേണം എനിക്ക് ഒരു മാസം വേണം എനിക്ക് ഒരുക്കാനായിട്ട്. അല്ല, അതുവരെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോന്ന് അറിയത്തില്ല. പിടിച്ചു നിൽക്കണം, ഞാൻ പിടിച്ചു നിൽക്കല്ലേ. അപ്പൊ നമുക്കിനി കാര്യങ്ങളൊക്കെ സെറ്റായി. എന്നാ മത്സര പരിപാടി ആരംഭിച്ചാലോ? ആലോചന കഴിച്ച് പെട്ടെന്ന് ആരംഭിക്കാലോ? ഇനിയിപ്പോ ഒന്നും നോക്കാനല്ലോ. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന റസലിംഗ് മത്സരം ഇത് ആരംഭിക്കുന്നു. റബ്ബറിന്റെ കഷ്ണം തന്നെ സാധനം. റബ്ബറിന്റെ കഷ്ണമല്ലോ, അത് ബെൽറ്റാണ്. ഈ ബെൽറ്റിന് വേണ്ടിയാണ് മത്സരം നടക്കുന്നത്. ഓ, അത് മഹാബലിയുടെ ബെൽറ്റ് ആണെന്നുള്ളത്. ഈ കഷ്ണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടി മൊത്തം കൂടുന്നത്. അതെ അതെ. മത്സരം ആരംഭിക്കുന്നു. ബ്ലാക്ക് ബെൽറ്റ് ചെല്ലപ്പനെ നേരിടാൻ അമേരിക്കൻ ഇന്റർനാഷണൽ ആയ അണ്ടർടേക്കറെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അണ്ടർടേക്കർ എത്തിക്കഴിഞ്ഞു. അണ്ടർടേക്കർ എത്തിക്കഴിഞ്ഞു. അയ്യോ, ഇതാണോ നിങ്ങൾ പറഞ്ഞ അണ്ടർവെയർ? അണ്ടർവെയർ അല്ല, അണ്ടർടേക്കർ. ഈ കൊച്ചാണോ? ഇവരെ ഞാൻ ഇപ്പൊ തന്നെ അതല്ല അണ്ടർടേക്കർ ഉണ്ടാവരുന്ന. അയ്യോ, എന്റെ കസേര മാറിക്കോട്. അവര് ഭ്രാന്ത് രസിക്കാണ്. ഞാൻ പറഞ്ഞല്ലടാ പന്തലുകാരൻ സുനിനോട് എന്ത് സമാനം പറഞ്ഞു. എന്റെ പൊന്നു ചേട്ടാ, പ്രശ്നം ഉണ്ടാക്കരുത്. ഇത് ഞാനിവിടെ അനുവദിക്കില്ല. ഇത് ഞാനിവിടെ അനുവദിക്കില്ല. ഈ റെസ്ലിംഗ് ഇവിടെ നടക്കൂല. ഇത് ഞാൻ അനുവദിക്കില്ല. നോ കിസ്സിംഗ്. യു കിസ്സിംഗ്. നോ കിസ്സിംഗ്. യു കിസ്സിംഗ്. ഇതുപോലെ ചെയ്യണ്ടെങ്കിലാ കളി ആരംഭിക്കട്ടെ. ഞാൻ റെഡിയല്ലേ? റെഡിയാണോ? അച്ഛനോടൊക്കെ പോലിച്ചു. ധൈര്യത്തെ നിക്കണേ, ധൈര്യത്തെ. നമുക്കേ അടുത്ത ഓണത്തേക്ക് മാറ്റിയാലോ? പ്രതികാരം ചെയ്യണം. ഞാൻ മുടി കെട്ടിട്ട് ഒരു വർഷമായി. നീ പ്രതികാരം ചെയ്യണം. അവനെ ഇടിച്ച് നീ കൊല്ലണം. പളനി പോയ മുടി വിളിച്ചാൽ തീരില്ലേ പ്രശ്നം? ഇല്ല, നീ പോ. അടിക്കവിടെ. അവരത്നം കൂട്ടിയിട്ട് കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ കാര്യമല്ലേ? അല്ല, ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇവിടെ മത്സരം നടക്കില്ലേ? ഏത് മത്സരം?
റെസ്ലിംഗ് മത്സരം. അമ്മേത് അവന്. വാസു വാസു നിനക്ക് പറ്റും വാസു നിനക്ക് പറ്റും അതെ വാസു. എനിക്ക് പറ്റിക്കൊണ്ടിരിക്കുക. എനിക്ക് മാത്രമേ പറ്റൂ. അവന് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അളിയന് വേണ്ടി ഇത് പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ വേണ്ട വേണ്ട വാസു വേണ്ടേ? നീ വിൻ ചെയ്യണം വാസു. Come on, stop. ഈ ജീവൻ പോണേന് വിൻ ചെയ്യുക. രാമനോടൊരു ചെയ്തു ഇനിയും നീയും ഞാനും എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജഷ്ടത്തിയമ്മ അവനോട് പറഞ്ഞു, അനുജാ എന്നോടൊപ്പം വന്നാൽ നാട്ടുകാര് സംശയിക്കും. സഹിക്കണോര് സമ്മതിക്കട്ടെ, എന്നോട് ചോദിച്ചാൽ ഞാൻ ഇതിനൊന്നും ഉത്തരം പറയാ. റെസ്ലിംഗാണ്. ഞാൻ എന്ത് ചെയ്യണം? നീ ഇവിടെ ഭാഗവതം വായിച്ചത് കുളവാക്കല്ലേ? നീ എഴുന്നേറ്റ് റെഡിയാവ്. പെങ്ങളെ ഇവന്റെ പോട്ടി എടുത്ത് നമുക്ക് നൈറ്റേ കൂടെ കൊല്ലടാ അവനെ, കൊല്ലടാ അവനെ. ഞാൻ ഇത്രയും നേരം ക്ഷമിച്ചു. ഇനി ഞാൻ ക്ഷമിക്കില്ല. കൊല്ലടാ. ഇടിയടാ വാസു. ഇടിയടാ. ഇടിക്കടാ. ഇനി ചെയ്യേണ്ടത് ശ്വാസം ഉള്ളിലേക്കെടുത്ത് കാലും മേൽപോട്ട് ഉയർത്തുക, അതിനുശേഷം താഴേക്ക് ഉയർത്തുക. ഗ്യാസ് ഇല്ലാത്തൊരു സോഡ കിട്ടാൻ മാർഗമുണ്ടോ? മുഴുട്ടപ്പ് കൊടുത്ത് കൊണ്ടുവന്നാ ഞാന്. റെഡിയാണോ? അയ്യോ അലക്കി വിരിച്ചു. അവസാനം അങ്ങനെ ഉണക്കി വിരിച്ചു. വാസു 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 നീ ഉണരടാ വാസു, ഉണരടാ. അവരെല്ലാം കൊണ്ടുപോയടാ വാസു. ഞാൻ ഉണ്ണിയാർച്ചയല്ലടാ, എന്റെ മുടി ഞാൻ കെട്ടിട്ടില്ലടാ. നീ ഒന്ന് ചെന്ന് അടിക്കടാ അവനെ, ഒന്ന് എഴുന്നേക്കടാ നീയേ. നട്ടലിന്റെ കണക്ഷൻ വിട്ട് ഞാൻ എന്നാ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് ഓർത്ത് കിടക്കുമ്പോ വീണ്ടും പോയി ഞാൻ അടിക്കാനോ? ഇനി എങ്ങനെയാണ് നമ്മുടെ അളിയന്റെ ആത്മാവിന് ശാന്തി കിട്ടുന്നേ? +2 പഠിക്കണ എന്റെ മൂത്ത കൊച്ചിനെ കൂടെ കൊന്നിട്ടാ നീ ഈ മുടി കെട്ടുള്ളൂല്ലോ. ഞാൻ കടിച്ചു പറിച്ചെടുക്കും നിന്റെ മുടി. പൊക്കോ എന്റെ മുമ്പിൽ. ഇതോടെ ഈ വർഷത്തെ ടൂർണമെന്റ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. അടുത്ത വർഷം നമ്മൾ ആരുടെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ ഈ മത്സരം നടത്തും? ഈ അളിയന്റെ ഓർമ്മയ്ക്ക് വേണ്ടിട്ട് നമ്മൾ മത്സരം നടത്തും. അളിയനാ? ഞാൻ ഇവിടെ കെട്ടാൻ പോവല്ലടാ. എന്നാ പിന്നെ ഞാൻ ഈ മുടി അങ്ങ് കെട്ടാൻ പോവാ. പിന്നെ പ്രജോദേട്ടാ, അപ്പൊ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ഇനി താര വിളയാട്ടമാണ്. ചേട്ടൻ മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാമായിരിക്കും. 1 man ഷോ ആണ്. അപ്പൊ യൂഷ്വലി നമ്മൾ പുതിയ താരങ്ങൾക്ക്, ബഡ്ഡിംഗ് സ്റ്റാർസിന് അവസരം കൊടുക്കാറുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് 3 പേർക്കും അറിയുന്ന ഒരാൾ തന്നെയായിരിക്കും. വർഷങ്ങളായിട്ട് നിങ്ങളോടൊപ്പമൊക്കെ ഒരുപാട് വലിയ സ്റ്റേജുകളൊക്കെ ഷോ ചെയ്ത ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് വരുന്നത്. നമുക്ക് കൂടുതൽ അദ്ദേഹം വന്നിട്ട് സംസാരിക്കാം. ഐ വെൽക്കം കിഷോർ കുമാർ ഓൺ ദ സ്റ്റേജ്. ഹായ് കിഷോറേട്ടാ, വെൽക്കം ടു കോമഡി മാസ്റ്റർ. താങ്ക് യു എവരിബഡി, താങ്ക് യു സോ മച്ച് ഗോപിയ. എനിക്ക് 3 പേരെയും മുന്നേ തന്നെ അറിയാമായിരിക്കും. ഞാൻ ഇനി പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. കിഷോർ നമ്മള് ഷോ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഷോ ചെയ്തിട്ടുണ്ട്. നാദിക്കയുടെ കാസറ്റിലാണ്. നാദിക്കയാണ് എന്നെ ദേമാവലി കൊമ്പത്ത് 9ാം ഭാഗത്തിൽ കൊല്ലം കിഷോർ എന്നുള്ള പേര് നൽകിയത്. പ്രചോദേട്ടൻ്റെ കൂടെ ഒരുപാട്, ജാഫർഗയുടെ ഇടുക്കിയിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ജാഫർഗയുടെ വീട്ടിൽ പോയിരുന്നു ഞാൻ ഭക്ഷണം കഴിച്ചു. അപ്പൊ ഈ കൂട്ടത്തിൽ ഞാനാണ് ഒരു അന്യം. ഇപ്പൊ കിഷോറിനെ കണ്ടപ്പോ ഭയങ്കരമായിട്ട് അതിശയം തോന്നുന്നു. കാര്യം കിഷോർ അമേരിക്കയിലായിരുന്നു. അമേരിക്കയിൽ നിന്ന് എന്നാണ് വന്നത് കിഷോറെ? അമേരിക്കയിൽ നിന്ന് ഇപ്പൊ 2-3 തവണ വന്നു. ഇപ്പൊ വന്നത് ഒരു 1.5 മാസമായി. ഇപ്പൊ എല്ലാവരെയും നല്ല രീതിയിൽ അറിയാം. എനിക്ക് തോന്നുന്നു എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ കിഷോറേട്ടന്റെ മുകേഷ് ഏട്ടനും നമ്മുടെ കൽപ്പന ചേച്ചിയുടെ അതൊക്കെയാണ് എനിക്ക് ഓർമ്മയുള്ളത്. അതൊക്കെ ചെയ്തിട്ടാണ് നാദിക്ക കാസറ്റിലേക്ക്. അപ്പൊ നമുക്ക് മുകേഷ് ഏട്ടന്റെയും കൽപ്പന ചേച്ചിയുടെ ആ ഒരു ഇതിൽ തുടങ്ങാം. ഓക്കെ, മാലുവിനറിയൂ, ഇന്നലെ എനിക്ക് ഒരു പൊടി ഉറങ്ങാൻ പറ്റിയില്ലടേ. നിന്നോടാ പറഞ്ഞ് തമാശകളാ, എന്നിട്ട് ഐ ലവ് യു എന്നങ്ങ് പറയടേ. പുല്ല് എന്തോന്ന് എന്റെ അമ്മേ. അല്ല കിഷോറെ,
ഗംഭീരം കേട്ടോ. ഇപ്പോഴും ആ ടച്ച് വിട്ടിട്ടില്ല. കുറെ ആൾ അമേരിക്ക പോയി ഓ താങ്ക് യു ഭയങ്കര. അപ്പൊ ഇനി അടുത്ത കൽപ്പന ചേച്ചി. കൽപ്പന ചേച്ചി. അപ്പോൾ കൽപ്പന ചേച്ചിയുടെ ഇതുപോലെ തന്നെ ഒരുപാട് ഞാനിപ്പം ഇങ്ങനെ വലിയമാണ് സ്വാമി ഇങ്ങനെയൊക്കെയായിരുന്നു തുടങ്ങുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇതുവരെ ഞാൻ അവതരിപ്പിച്ചിട്ടില്ല. അത് കൽപ്പന ചേച്ചി പോലും ഭയങ്കര ടൈം എടുത്ത് ശ്വാസം പിടിച്ച് നിർത്തി ഭയങ്കര ഡബ് ചെയ്തൊരു സംഭവം, ഒരു സ്പീഡാണ്. എവിടം വരെ പോകുമെന്ന് എനിക്കറിയത്തില്ല. ട്രൈ ചെയ്യാം. യെസ്. എനിക്ക് 8ാമത്തെ വയസ്സിൽ അമ്മ മരിച്ചേ പിന്നെ ഒരു അമ്മയുടെ സ്നേഹം ഞാൻ ഇവിടെ വന്ന് അറിയുന്നത്. അമ്മയുടെ സ്നേഹം കുറച്ച് കാലം കൂടി അനുഭവിക്കുന്ന കരുതി എനിക്ക് നാടും വീടും പ്രായം പപ്പയും വിട്ട് KSRTC 62 50 ദിവസം ഞാനിവിടെ വന്ന് ആർക്കും ഇത്ര പിടിച്ചിട്ടില്ല. എന്നാ പോയേക്കാം എന്ന് കരുതി ഇങ്ങനെ തീ പൊളിപ്പിക്കുമ്പോഴേ പീഡിപ്പിക്കണം. ഓ ഇതിന് ഇച്ചിരി എളുപ്പമാണ് അല്ലേ? ശ്വാസം. ഇനി ആരാ? മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ചില താരങ്ങൾ എത്തുവാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ? അപ്പൊ ആദ്യം നമ്മുടെ മധുസാർ എത്തുകയാണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് പോവാം. അല്ലിയെ കൊല്ലാൻ ശ്രമിക്കുന്ന ഗംഗയുടെ സാരിക്ക് തീ പിടിപ്പിക്കുന്ന മാടമ്പള്ളിയിലെ മാനസരോഗി, നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ അത് മറ്റാരുമല്ല, അത് നകുലന്റെ ഭാര്യ ഗംഗയാണ്. നിങ്ങൾക്കാർക്കും അതിന്റെ സീരിയസ്നെസ് മനസ്സിലാകാഞ്ഞിട്ടാ ഇന്നലെ അർദ്ധരാത്രി 12 മണിക്ക് തെക്കിനിയുടെ തെക്കേ മൂലയിൽ ഞാൻ മൂത്രമൊഴിക്കാനായിട്ട് പോകുമ്പോൾ ഗംഗ ഒരു വല്ലാത്തൊരു കൊലപാതക പ്രവണതയുമായി നിൽക്കുകയായിരുന്നു. എന്നെ കണ്ടത് ന്യൂറോസിസിൽ തുടങ്ങി സൈക്കോസിന്റെ ചിത്തഭ്രമത്തിന്റെ ചീത്തവിളിയുടെ സങ്കീർണമായ മേഖലകളിലൂടെ സഞ്ചരിച്ച് ഒരു വല്ലാത്തൊരു വിളിയാണ് എൻ്റെ അമ്മോ എന്നെ വിളിച്ച്. ഭാഷ തമിഴായോണ്ട് ഞാൻ ചമ്മിയില്ല. പക്ഷെ ഞാൻ 2 വിളി വിളിച്ചപ്പോൾ അവള് ചമ്മി. പക്ഷെ അവള് വീണ്ടും വരും. അവൾക്ക് വേണ്ടത് ബ്ലഡ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ നസീർ സാറാണ് ഗംഗടുത്ത് 2 വാക്ക് സംസാരിക്കുന്നത്. എങ്ങനെയായിരിക്കും? പ്രിയമുള്ള ഗംഗയ്ക്കും ഗംഗയുടെ ബാധയ്ക്കും ഇവിടെ വരുവാനും നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാനും കഴിഞ്ഞതിൽ എനിക്കതിയായ സന്തോഷം. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഞാനിവിടെ വന്ന് നിങ്ങളെ കാണുവാൻ മാത്രമല്ല, മറിച്ച് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കാൻ ഗംഗയുടെ ബാധയ്ക്ക് സെൻസ് ഉണ്ടാകണം, സെൻസിറ്റിവിറ്റി ഉണ്ടാകണം, മിനിമം ഗ്രാറ്റുവിറ്റി എങ്കിലും ഉണ്ടാകണം. കളരി പരമ്പര ദൈവങ്ങളാണ്, മരിച്ചുപോയ കുഞ്ചാക്കോയാണ് ഞാൻ സത്യം ചെയ്ത് പറയുന്നു. ഇന്നേക്ക് 101 എന്നാൽ നീ ഈ ശരീരം വിട്ട് പോയിരിക്കണം. എന്ത് പറഞ്ഞടി? പോകില്ലെന്നു വരിനടി, കാണിച്ചു തരാമടി, വാടി. നീ നാഗവല്ലിയായി മാറുന്ന സമയത്ത് നൃത്തം ചെയ്യുമല്ലേടി? നിന്നേക്കാൾ നല്ല നൃത്തം ഞാൻ ചെയ്യുമടി, ദാ കാണടി. സൂപ്പർ. ഇതായിരുന്നു ലാസ്റ്റ് വൺ പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഓക്കെ ആയിരുന്നു. ആണ് ആക്ച്വലി അതൊക്കെ നമ്മൾ ഇപ്പം പ്രചോദേട്ടാ നമ്മൾ ഈ താരവിളയാട്ടത്തിനോടൊപ്പം തന്നെ താരത്തിരുമറി എന്നുള്ള ഒരു പുതിയൊരു സെഗ്മെന്റ് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആദ്യം വോയിസ് ഓവർ കേൾക്കാം. പിന്നെന്താ? ഓക്കെ, വോയിസ് ഓവർ കേട്ടിട്ട് നമുക്ക് ബാക്കി ആരാ എന്താന്നൊക്കെ പറയാം. ഓക്കെ. ഈ സംഭവം ലിറിക്സ് ചേട്ടൻ അറിയായിരിക്കും അല്ലേ? ലിറിക്സ് അറിയാം. ഈ പാട്ട് MS തൃപ്പൂണിത്തുറ സാറ് പാടിയാൽ എങ്ങനെയിരിക്കും? MS തൃപ്പൂണിത്തുറ അത് പാടണം. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താവഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകപുരിയെ വിടെ വിളിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടിപ്പൈക്കളുവിടെ. ശ്വാസം മുട്ടിട്ടേ എനിക്കായിരുന്നു എവിടെയും തെറ്റിപ്പോവാനും ഒച്ച പോവോ ടെൻഷൻ. ഈ ശബ്ദം നമുക്ക് പിച്ചിലൊക്കെ കയറുമ്പോ ഒരു ഇത് ശരിക്കും പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രതിയെ പിടിച്ചിട്ടേ തോറത്ത് ചുറ്റിട്ട് പാടിയിട്ട് പോയാ മതി.
സൂപ്പർ കേട്ടോ. അത് ഇച്ചിരി ടഫ് ആയിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ കിഷോറേട്ടൻ ചെയ്യും എന്നുള്ള ഒരു ആത്മവിശ്വാസമായിരുന്നു എനിക്ക്. താങ്ക് യു ഗോപി. സൂപ്പർ. താങ്ക് യു സോ മച്ച്. പ്രചോദേട്ട, അപ്പൊ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണുന്നു, എന്താണ് ഫീൽ ചെയ്തത്? ഇപ്പോഴും പഴയ ആള് തന്നെയാണോ? എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ? പഴയതിനേക്കാൾ ഒരു പടി കൂടി മുകളിലാണ് എന്ന് പറയും. കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നു അമേരിക്കനൊക്കെ ഇടയ്ക്ക് വെളുപ്പിനെ 2 മണിക്ക് വിളിച്ച് സ്റ്റാറിനെ കേൾപ്പിക്കുന്ന ഒരാൾ കിഷോറാണ്. വെളുപ്പിനെ 2 മണിക്ക് വിളിച്ചിട്ട് ഉറക്കമാണോ നമ്മൾ ഉണർന്നല്ലോ, ഞാൻ പറഞ്ഞില്ല കിഷോറെ പറഞ്ഞോളാൻ പറയും, ചേട്ടാ ഒരു പുതിയ സ്റ്റാർ കിട്ടിയിട്ടുണ്ട്, അങ്ങനെ പറയുന്ന ഒരാളാണ് കിഷോർ. ഡെഡിക്കേഷൻ ഉണ്ട്. ഡെഡിക്കേഷൻ. പക്ഷേ ഒരുപാട് സന്തോഷം തോന്നിയ കാര്യം, ഇപ്പം കിഷോറും നെൽസനും ഒക്കെ ആയിരുന്നു ആ സമയത്ത് ഒരുപാട് ഷോകൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇവർ കാരണം നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് കിട്ടി. അപ്പൊ ഇനി കിഷോർ പോകണ്ട, നമുക്ക് ഒന്നുകൂടെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ വരുന്നുണ്ട് ഇവിടെ. താങ്ക് യു ഏട്ടാ. ജാഫ്രിക്ക. കിഷോറേ, ദൈവം, ഞാൻ മുകേഷ് ചേട്ടൻ പറഞ്ഞ് ഞാൻ ഇതുപോലെ മുകേഷ് ചേട്ടന്റെ സൗണ്ട് പറഞ്ഞ് ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഇപ്പൊ കുറച്ചുകൂടി അത് വൃത്തിയാക്കുവാ. ഈ അമേരിക്കയിൽ ചെന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. അതിന്റെ എന്തോ ഉണ്ട്. അതെ, മുകേഷ് ചേട്ടൻ അമേരിക്കയിൽ പോകുമ്പോ അവിടുത്തെ ഫുഡ് കഴിക്കാറുണ്ട്. ആയിക്കോട്ടെ, ആയിക്കാലും സന്തോഷമുണ്ട്. താങ്ക് യു. നമ്മൾ സ്ഥിരം സ്റ്റേജ് ഷോസിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് സ്റ്റേജിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലുള്ള ഒരു വിഷമം എല്ലാവർക്കും ഉള്ളതാണ്. അതെങ്ങനെ മാനേജ് ചെയ്ത് അവിടെ മറ്റുള്ള സ്റ്റേജ് ഷോ അങ്ങനെ അധികം കിട്ടാറില്ലായിരുന്നു. പിന്നെ കുക്ക് ചെയ്യുമ്പോഴേ 2 സ്റ്റാറൊക്കെ പറഞ്ഞാലേ എനിക്കൊരു ഇൻട്രസ്റ്റ്. അതൊക്കെ എനിക്കൊരു ഉപദേശം തന്നായിരുന്നു മുകേഷ് ഏട്ടൻ്റെ. ഞാൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞില്ല, നീ പത്രങ്ങൾ വായിക്കുമ്പോൾ മുകേഷ് ഏട്ടൻ്റെ ഇതിൽ വായിക്കണം. അങ്ങനെ വായിച്ചു എന്നാലേ നല്ലൊരു, അത് ഓസ്ട്രേലിയയിലെ കണ്ടൊരു ഷോയ്ക്ക് മുകേഷ് ഏട്ടൻ അതിന് വോയിസ് കൊടുക്കാനായിട്ട് അങ്ങാണ്ട് എന്നെ വിളിച്ചു തന്നൊരു. ഇതൊക്കെ നേരത്തെ ഞങ്ങളോട് പറഞ്ഞെന്നിറങ്ങെങ്കിലേ ഈ പൊരുളൊക്കെ ഞാനും ഒക്കെ അമേരിക്കയിലും പോയി തിരിച്ചുവിടാ. ഇത് അമേരിക്കക്കാരന് പറഞ്ഞു കൊടുത്തിട്ട് ഇവിടെ ഇപ്പൊ വായിക്കാം. അപ്പോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ട് ചേട്ടന്. ഓക്കെ, താങ്ക് യു. പ്രതീക്ഷിച്ച ഞാൻ ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു ഗിഫ്റ്റ്, ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന മറ്റൊരു ഗിഫ്റ്റ്. ഇനി ഒരു ഷോർട്ട് ബ്രേക്ക്, അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം. ഇങ്ങനെ കരയാതെ പോകാനുള്ളത് എപ്പോഴായാലും പോകും. ഇതിന് വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? എന്നെ കൂടെ പ്രേമിക്കാൻ എനിക്ക് നമ്മുടെ മുതലാളിയും കൊച്ചമ്മ ഇത്ര പെട്ടെന്ന് നമ്മളെ ഇട്ടിട്ട് പോകുന്നു വിചാരിച്ചില്ല ചേട്ടാ. ഇട്ടു പോകുമ്പോ ഒരു വാക്ക് പറയാനുള്ള മനസ്സ്. നിങ്ങൾ കരച്ചിൽ കണ്ടാത്തൊന്നും ഞങ്ങൾ 2 രൂപ പട്ടണയിലേക്ക് എടുക്കണം. ഞങ്ങൾ 2 മാസത്തേക്ക് മക്കളെ കാണാൻ വേണ്ടി അമേരിക്കക്ക് പോകുന്നു. ഞങ്ങൾ പോയ ഉടനെ നിങ്ങൾ തിരിച്ചു വരില്ല. ഇങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമുണ്ടോ? മുതലാളി പോകുന്നതുകൊണ്ട് ഒരു വലിയ വിഷമം മുതലാളി. എനിക്കുണ്ടാ ഈ വീടും ഇതൊക്കെ വിട്ട് പോകാനായിട്ട്. പക്ഷെ മക്കളെ വിളിച്ച് പോകാതിരിക്കാൻ പറ്റുമോ? അല്ല, ശരിക്കും എന്തിനാ മക്കളെ വിളിച്ചിരിക്കുന്നത്? കൊച്ചിനെ നോക്കാനായിരിക്കും. സാധാരണ അമേരിക്കയിലുള്ള ആൾക്കാർ അച്ഛനൊന്നും വിളിക്കണം, കൊച്ചിനെ നോക്കാനാണല്ലോ. അതിന് തന്നെ ആയിരിക്കുള്ളൂ. എന്നാലും ചന്ദ്രൻ വന്നേ, ചന്ദ്രികയും വരൂ. സത്യം പറഞ്ഞാൽ ഈ ചന്ദ്രികനെ ഞാനൊരു വേലക്കാരിയായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അല്ല, വേലക്കാരി നമ്മൾ സഹോദരങ്ങളെ പോലെ നിങ്ങളെ 2 പേരെയും കണ്ടിരിക്കും. എന്നാലും പോകുന്നൊരു സങ്കടമുണ്ട്. ചന്ദ്ര, ഞാൻ പോകുമ്പോൾ വീടൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് നോക്കിക്കോളണം. നിങ്ങളുടേതാണെന്ന് വിചാരിക്കുക. മനസ്സിലായില്ല? എല്ലാ ദിവസവും ചെടിക്ക് തളിക്കണം. നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കൂട്ടി കിടക്കണ റോണിക്ക് ഭക്ഷണം കൊടുക്കണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അപ്പൂപ്പന്റെ ഫോട്ടോ എന്നും കത്തിക്കണം. ഞാൻ കത്തിക്കില്ല. അയ്യോ, അപ്പൂപ്പന്റെ ഫോട്ടോ ഞാൻ കത്തിക്കാൻ. അതല്ല, അപ്പൂപ്പന്റെ ഫോട്ടോയുടെ താഴെ മെഴുകുതിരി കത്തിക്കണം. താഴെ മാത്രമല്ല, ഞാൻ അണ്ണാക്കിലും കത്തിക്കാം. അയ്യോ, വിഷമിക്കല്ലേടി. ഞങ്ങൾക്ക് പോവാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ മരുമോക്ക് ഒരേ നിർബന്ധം. പോയിട്ട് പോകാതിരിക്കാൻ പറ്റും. നീ കരച്ചിലടക്ക്. നിന്റെ കരച്ചിലും കണ്ടുകൊണ്ട് ഞാൻ എങ്ങനെ അമേരിക്ക വരെ പോകും? നീ കരയാതെ. ചന്ദ്രൻ, നിങ്ങളൊന്ന് ചിരിക്ക്. ഞാൻ സന്തോഷത്തോടെ പോയിട്ട് വരാം. മുതലാളിയുടെ സന്തോഷത്തിന് ഞാൻ ചിരിക്കാൻ ശ്രമിക്കാം. നീ കരഞ്ഞോ ചന്ദ്ര? ഞങ്ങൾ പോയിട്ട് വരാം. ഇവിടുന്ന് പോയപ്പോ എന്തൊരു സമാധാനം. പോയി കിട്ടി. നമ്മളെ
നമ്മൾ ഇനിയാണ് ജീവിക്കാൻ പോകുന്നത്. അപ്പൊ ഇത്ര നാൾ നിങ്ങൾ ചത്ത് കിടക്കായിരുന്നു. അതല്ലേ പറഞ്ഞു, അവർ അമേരിക്കക്ക് പോയില്ലേ, ഇനി പോയിട്ട് വന്നാ വന്നു, വന്നില്ലേ വന്നു. വരില്ല. നിനക്കെന്നാ ഞാൻ കോഴിത്തലയും കോഴിമുട്ടയും കൂടി കൂടോത്രം ചെയ്ത് ആ ട്രോളി ബാഗിൽ വെച്ചിട്ടുണ്ട്. ഇത്രയും കാലം ചോറെന്ന് നീ നല്ല ആളെ പറയിപ്പിക്കുന്നതാണ്. ആ മൂദേവിനെ ഞാൻ പച്ചക്കിട്ട് കത്തിക്കേണ്ടതാ. ഞാൻ പറയിപ്പിക്കുന്നത്. എനിക്ക് ഈ വീട് കണ്ടിട്ട് കൊതിയായിട്ടോ ചേട്ടാ, ഇത് നമുക്കല്ലേ ചേട്ടാ. അവരെ അതിൽ അമേരിക്കയിൽ പോയി. ഇനി ഇവിടെ ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ അമേരിക്ക. ഞാനാരാ? ഞാൻ മുതലാളി, നീ മുതലാളി. ഇപ്പൊ കാണിച്ചു തരാം, ഞാനിപ്പോ വരാം. ഇനി ഈ വീട് സ്ഥലമൊക്കെ എനിക്ക് സ്വന്തം. ഭഗവാനെ, ഈ സോഫയിലൊക്കെ ഇരിക്കാൻ എന്തോരം കൊച്ചത് എന്റെ ദൈവമേ. അയ്യോ, ആ മൂദേവി. ഇത് മറ്റേ സിനിമാ നടൻ കുഞ്ചൻ നമ്പ്യാരല്ലേ? അല്ല മറ്റേ അയ്യോ അയാള് മറ്റേ എന്തോ കുഞ്ഞത്തമ്പേരില്ല. നിന്നെ ഞാൻ വിടില്ല, നിന്നെ ഞാൻ എടി മറ്റേ കളവനില്ലേ മരിച്ചു പോയ ആ പുള്ളി ഡ്രസ്സോടെ കിടന്ന് എടുത്തിട്ട്. ശരിക്കും മുതലാളി നീ മുതലാളിച്ചാകണ്ടേ? ഇങ്ങനെ ഒരു പറ്റാൻ പ്ലേറ്റ് മിസ്സായി പോയെന്നൊക്കെ പറഞ്ഞു. ചന്ദ്ര ചന്ദ്ര മോനെ സ്റ്റീഫ, അപ്പൊ അവൻ കാത്തിരിക്കുകയാണ്. സ്റ്റീഫാന്നാ 1 ദിവസം ഒറ്റടിയാൻ വെച്ചത്. ഇതാരാന്ന് വിചാരിച്ചിട്ടോ? ചന്ദ്രൻ. ചന്ദ്രനൊന്നല്ല, എന്റെ മുതലാളി പോയപ്പോ ഇവിടെ എന്താക്കാ സംഭവിച്ചെന്നറിയോ? മൊത്തമ്മ എന്താ പറഞ്ഞേ? പോകുന്നതിന് മുമ്പ് അപ്പാപ്പന്റെ ഫോട്ടോയില് മെഴുതിരെത്തിക്കാൻ പറഞ്ഞോ? പാവം പിടിച്ച എന്റെ ചേട്ടൻ മെഴുതിരെത്തിക്കാൻ പോയതാ. അതിനൊരു പ്രകാശം വന്ന് കേറി. പ്രകാശനല്ല, പ്രകാശം, മെഴുകുതിരിയത്തെ പ്രകാശം വന്ന് ചേട്ടന്റെ മേത്ത് കയറി. അപ്പാപ്പന്റെ ബാധയാണത്. ചന്ദ്രന്റെ ദേഹത്ത് അപ്പാപ്പന്റെ ബാധ കയറി. അപ്പൊ നിന്റെ ദേഹത്ത് ആര് കയറിയിട്ട് അമ്മച്ചിയുടെ ഡ്രസ് എടുത്തിട്ടത്? അയ്യോ, അതെന്താന്നറിയോ? ചേട്ടൻ ബാധ കയറിയപ്പോ ചേട്ടൻ പറയാ അമ്മാമേനെ കണ്ടെന്ന്. ഞാൻ എവിടെ പോയി അമ്മാമേനെ സംഘടിപ്പിക്കും? പിന്നെ അവിടെ നിന്ന് കോട്ടെടുത്ത് അമ്മാമയായിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. എന്തോ ഒരു ലോജിക്ക് മിസ്റ്റേക്ക് ഇടുന്നു കളിക്കുന്നുണ്ട്. അതെ അതെ അതെ. ചന്ദ്ര, മര്യാദക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കളയും കേട്ടോ. മോനെ സ്റ്റീഫ, ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം. അപ്പൊ സംസാരിക്കാനുള്ള സംസാരിച്ചാലൊന്നും ഞാൻ വീഴത്തില്ല. ചെറുപ്പത്തിൽ നീ എന്നെ ഓടിച്ചത് നീ മറന്നുപോയോ? പെരക്ക് വിട്ടു. എന്റെ പൈപ്പിനകത്ത് നീ വെടിമറി നിറച്ച് പള്ളി പോയപ്പോ നീ വെച്ചത് മറന്നുപോയി. നീ എന്റെ പുറത്ത് കയറി ആന കളിച്ചത് നീ മറന്നുപോയോ സ്റ്റീഫ? നീ മറന്നുപോയോ? അല്ല, അത് അപ്പൂപ്പന് എനിക്ക് മാത്രം അറിയാവുന്ന രഹസ്യമാണ്. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? നീ എന്റെ സ്വത്തുക്കൾ മൊത്തം അടിക്കാൻ വേണ്ടി കെണ്ടിക്കരെ കൊണ്ട് തള്ളിയിട്ട് കൊന്ന കാര്യം ഞാൻ അവിടെ വെളിപ്പെടുത്തണം. എനിക്ക് തല്ലിയിട്ട കാര്യം ആരോടും പറയരുത്. എന്നെ പോലീസ് അകത്താക്കാതെ തെളിയാതെ പോയൊരു കേസാണ് കേട്ടോ. പുറത്തുവിടല്ലേ പ്ലീസ്. ഇത് അപ്പൂപ്പനാ. മോനെ, അപ്പൂപ്പൻ കണക്ക് ചോദിക്കുമ്പോ നീ തെറ്റിച്ച് പറയുമായിരുന്നു. ഇപ്പോഴും നീ തെറ്റിക്കുമോ? ഇപ്പോഴും എനിക്ക് ആ കണക്ക് അറിയില്ല. അപ്പൊ 6 6 12 8 8 16 3 3 പറയണം. 8 അല്ലേ അപ്പൂപ്പ? ഇന്ന് തള്ളി ചൂടെടുക്കട്ടെ ഞാൻ. ഇതിലെന്തോ ഉടായിപ്പോണ്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റൂല. ഈ ആത്മാവെന്ന് പറയുന്ന സാധനം സത്യം. ഇത് പിന്നെ അപ്പൂപ്പനും എനിക്ക് മാത്രം അറിയാവുന്ന രഹസ്യം. അപ്പൂപ്പൻ എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞു കേട്ടില്ലേ നീ? ഇത് അപ്പൂപ്പന് മാത്രമേ അറിയാവുള്ളൂ. ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. അപ്പൂപ്പനെ കൊന്നത് ഞാനാ. അതിപ്പോ നീ അറിഞ്ഞില്ലേ? ആ പുള്ളിക്ക് ചന്ദ്രൻ അറിയാൻ പറ്റില്ലല്ലോ. ചന്ദ്രോ അളിയാ, എന്നാണ് അത് ശരി. അമേരിക്കക്കാരൻ പോയപ്പോ പുതിയ കോട്ടിട്ട കൂട്ടുകാരൊക്കെ എത്തിയേ. ചന്ദ്ര
ഹലോ ഒന്നുമില്ല. അമേരിക്കക്കാരൻ ആരെയും കൊച്ചുമകൾ അമേരിക്ക പോയത് എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു ചന്ദ്രനെ. അപ്പൊ പറഞ്ഞാളിയാ എന്തായാലും അടിച്ചു പൊളിക്കുന്ന അവസ്ഥ കിഴക്കാച്ചൊരു ഫുൾ എടുത്തോണ്ടിരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു ഫുള്ളെടുത്ത് വന്നതാ അടിക്കാനായിട്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഷെയർ ഇട്ട് തരാളിനെ. അങ്ങനെ വന്നതല്ലേ? വന്നതാ. ആര് വന്നിട്ടാ വന്നേ? നമ്മളെ ചന്ദ്രനെ. ഇപ്പൊ ഇതെല്ലാം ചന്ദ്രന്റെ പേർക്കാണല്ലോ. ചന്ദ്രനാണ് നോക്കി നടക്കുന്നത്. അതന്നെ മറ്റേ മുതലാളിയൊക്കെ പോയോ? ഏറും ചേറ്റകള്. ചന്ദ്രൻ പറഞ്ഞതാ. ഞാനീ മുതലാളി ഞാൻ കണ്ടിട്ടില്ല. ചേറ്റകളെന്ന് പറയാനും പോരാ, ഈ മുതലാളിച്ചി ഉണ്ടല്ലോ അടുത്തും പറയരുത്. മുതലാളിച്ചിയും ചന്ദ്രനോട്ട് ചെറിയൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ചന്ദ്രൻ പറഞ്ഞതാ. ചന്ദ്രൻ പറഞ്ഞതല്ലേ? അല്ലാതെ ചന്ദ്രൻ പറഞ്ഞത്. ചന്ദ്ര എന്ത് പറയടാ, സത്യം പറ, കണക്ക് പറ, സത്യമായി പറയടാ, മൂന്ന് എത്രടാ പറയടാ. ഗുഡ് ബോയ്. പണ്ടും ഇങ്ങനെ തന്നെ ഒതുക്കി മാറ്റാൻ പറ്റും. പണ്ടും ഞാൻ ഇങ്ങനെ തന്നെ ആയിരുന്നു. അടിക്കാൻ വരുമ്പോ ഞാൻ വടി പിടിച്ചു കളയും. ഒതുക്കി മാറ്റാൻ പറ്റും. നീ അതാ എനിക്ക് മനസ്സിലായില്ലോ. കുപ്പിക്ക് മണ്ടറിഞ്ഞ ഞാൻ എം എൻ സേവിയർ. ചന്ദ്ര അപ്പൂപ്പനാ. അപ്പൂപ്പനാ. ഞാൻ അപ്പൂപ്പനാ. മറ്റേ അപ്പൂപ്പൻ. നീ എടാ പണ്ടേ നിന്റെ സ്വഭാവം ഇതാ. എന്റെ കയ്യിൽ നിന്ന് റബ്ബർ വെട്ടി പൈസ മൊത്തം എടുത്ത് കൂടിയ സാധനം മാറ്റിട്ട് നിങ്ങൾക്ക് ഒരുമിച്ചടിക്കാൻ വേണ്ടി വേലത്തരം കാണിക്കരുത്. ചന്ദ്ര മണ്ടറിഞ്ഞ പൊളിക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം പൊളിഞ്ഞു. എന്റെ അപ്പൂപ്പൻ മദ്യപിക്കലായിരുന്നു. നല്ല മനുഷ്യനായിരുന്നു. മദ്യപിക്കും അല്ലേ? നേരത്തെ പറഞ്ഞ മുതലാളി ഇല്ലേ, അത് ഞാനാ. ചന്ദ്രന് ചെറിയ നോട്ടമുണ്ടെന്ന് പറഞ്ഞ ആളില്ലേ, അത് ഇതാ. മലയാളി ബാങ്കിൽ അടയ്ക്കാൻ തന്ന 3 ലക്ഷം രൂപ ഞാൻ അടയ്ക്കാതെ കൂട്ടടിച്ച് മലയാളി എന്നോട് കൊടുക്കണം. കമ്മല് കാക്കോത്തി പറഞ്ഞ ചുമ്മാതെ ഞാൻ അകത്തിക്കൊണ്ട് അത് ഏതായാലും ഇത്രയൊക്കെ സംഭവിച്ചില്ലേ, ഇപ്പൊ തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയത് ഭാഗ്യം. ഇത്രയും നാളെ ഈ വീട്ടിൽ വേലയ്ക്ക് നിന്ന സ്ഥിതിക്ക് നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യണില്ല. മര്യാദക്ക് രണ്ടുപേരും കൂടെ വേറെ വീട്ടിൽ പോയി മാതിരി പരിപാടി കാണിക്കണം. കേട്ടല്ലേ? ക്ഷമിച്ചിരിക്കണം. പോക്കോ രണ്ടുപേരും പോ. മലയാളി 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 ചന്ദ്ര മുതലാളി മുതലാളി റെഡിയാണ് മുതലാളി. സാധനം റെഡിയാണ്. മുതലാളി ഒരു ഒപ്പിട്ട് അന്നേരം തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം തീർക്കാം. മുതലാളി എന്നോട് പറഞ്ഞില്ലേ മറ്റേ സംഭവം, അത് റെഡിയാക്കി കൊണ്ട് വന്നിട്ടുണ്ട്. അത് തന്നെ റെഡിയാണത്. ആര് പറഞ്ഞിട്ട് വന്നതാ? അല്ല, ഞാൻ ചന്ദ്ര മുതലാളി പറഞ്ഞിട്ട് വന്നത്. എന്താ മുതലാളി പറഞ്ഞിരുന്നു ഈ വീടിന്റെ ആധാരം എലി നിന്ന് പോയെന്ന്. അപ്പം പകരം ഒരു വ്യാജ ആധാരം ഇവിടെ നിങ്ങൾ സംഘടിപ്പിച്ചോണ്ട് വന്നാൽ എനിക്ക് ഇത്തിരി പൈസ തരാന്ന് പറഞ്ഞു. അത് ഞാൻ സംഘടിപ്പിച്ചോണ്ട് വന്നിട്ടുണ്ട്. മുതലാളി ഒപ്പിട്ട് അന്നേരം തന്നെ ഈ വീട് വിൽക്കാൻ പറ്റും. മുതലാളി തീരുമാനം പറ. തീരുമാനം പറയേണ്ടത് ആ മുതലാളിയല്ല, പിന്നെ ഈ മുതലാളിയാ. എന്ത് തീരുമാനം? പ്രചോദേട്ടാ, നമ്മുടെ 1 hour കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ താരവിളയാട്ടവും സ്കിറ്റും ഒരുപാട് കഥകളും കളികളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ഇന്നത്തേക്ക് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Costume courtesy for Nadir Shah, London Classic Casual Shirts. Costume courtesy for Gopika, Pothys, Alayam of Textiles. Jewelry courtesy for Gopika, Salato.